നമ്മളങ്ങനെ നിന്ന് നടന്ന് ഞങ്ങളുടെ സിറ്റിയിൽ നിന്നും വേറെ സിറ്റിയിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും മിനിമം ഒരു 7-8 കിലോമീറ്റർ നടക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മൾ ശ്രമിക്കാറുണ്ട്. അത് നല്ല വെയിലുണ്ട്, പക്ഷെ ചൂട് കുറവാണ് കേട്ടോ. ബാക്കിൽ നിങ്ങൾക്ക് ഈ ഒരു മല കാണുന്നുണ്ടോ? ഇത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ കണ്ട നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പാടം, കൃഷി, പിന്നെ അവിടെ കുതിരയുടെ ഫാമൊക്കെ ഉണ്ട്. ഇത് നല്ല പഴക്കമുള്ള മരങ്ങളാണ് കേട്ടോ. ഓരോ മരങ്ങളുടെ പേരും ആ തടിയുടെ എത്ര വർഷം പഴക്കമുണ്ട്. 250 വർഷം പഴക്കമുള്ള തടിയാണ് കേട്ടോ അത്. അങ്ങനെ കണ്ടോ, ഇവരിങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈക്കിൾ ഓടിക്കുന്നവരോട് കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് വഴിയിൽ വെച്ച് സൈക്കിളിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റി, സൈക്കിളിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഇങ്ങനെയുണ്ട്. ഒരു സ്റ്റേഷൻ, സൈക്കിൾ സ്റ്റേഷൻ കണ്ട, വേണമെങ്കിൽ കാറ്റടിക്കാം, ഫ്രീ ആണ് കേട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോസിൽ സ്ഥലങ്ങൾ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു അത് കേരളമാണോ, കേരളത്തിലത്തെ പോലെയൊക്കെ ഉണ്ടെന്ന്. അതായത് കേരളം പോലെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും ഒക്കെ ജർമ്മനിയിൽ കുറേ കാണാൻ പറ്റും. നിറച്ച് ബിൽഡിങ്ങുകൾ നിറഞ്ഞ മാത്രം ഒരു രാജ്യമല്ല ജർമ്മനി. ഇവിടെ നമുക്ക് നല്ല രസമായിട്ട് നല്ല പ്രകൃതി ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു രാജ്യം കൂടിയാണ്. കാരണം ഇവരെ പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരാണ്. സ്നേഹിക്കുക മാത്രമല്ല, അതിന് അതേപോലെ തന്നെ പരിപാലിക്കുകയും കൂടിയും വൃത്തിയിൽ സൂക്ഷിക്കുകയും കൂടിയും ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ജർമ്മനിയിൽ എവിടെ വന്നാലും പ്രകൃതി ആസ്വദിക്കാൻ പറ്റും. പട്ടിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നവരോട് കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ പട്ടി എങ്ങനെ വഴിയിൽ വെച്ച് അപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പട്ടിയുടെ ഓണർ തന്നെ കോരണം. കോരാൻ കവറില്ലെങ്കിൽ ഇവിടുന്ന് കവർ എടുക്കാം. ഇത് ഡോഗ് സ്റ്റേഷനാണ്. കവർ എടുത്തിട്ട് അത് കോരിയിട്ട് ഈ ബാസ്ക്കറ്റിൽ ഇടേണ്ടതാണ്. അപ്പോൾ നടന്ന് എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ജർമ്മൻ കാഴ്ചകളുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.